ഇപ്പോൾ തന്ത്രിയെ ഇവിടെ നിന്ന് ഇപ്പോൾ പോലീസ് ക്ലബിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. അവിടെ നിന്ന് ഭക്ഷണം നൽകിയ ശേഷം നേരെ തിരിച്ച് തിരുവനന്തപുരത്ത് സബ് ജയിലിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. 14 ദിവസത്തേക്കാണ് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. 14 അതായത് 23-ാം തീയതി വരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. 13-ാം തീയതി അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട്. ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ വാദം കേൾക്കുന്നുണ്ട്. ഇന്ന് വൈകിട്ടോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതിനുശേഷം തിരുവനന്തപുരത്ത് നിന്ന് നേരെ ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതിയുടെ ജഡ്ജി താമസിക്കുന്നത് തേവള്ളിയിലാണ്. തേവള്ളിയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയും അവിടെ പ്രാഥമികമായിട്ടുള്ള വാദങ്ങൾ കേൾക്കുകയും അതിനുശേഷം അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിലേക്ക് തീരുമാനത്തിലേക്ക്. കാരണം ഇതിൽ ഈ 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ശബരിമല ക്ഷേത്രത്തിലെ തന്ത്രിസ്ഥാനം വഹിക്കുന്ന 13-ാം പ്രതി തന്ത്രി കണ്ഠരര് രാജീവരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും വിശദമായ അന്വേഷണം നടത്തുവാനുള്ളതിനാലും തുടങ്ങിയ കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ച ആചാരലംഘനം എന്നത് അതെങ്ങനെയാണ് നിയമപരമായിട്ടത് പരിഗണിക്കപ്പെടാൻ സാധ്യത എന്നൊക്കെ വരും ദിവസങ്ങളെ നമുക്ക് കോടതിയുടെ മുമ്പിലേക്ക് എത്തുമ്പോഴേ അറിയാൻ കഴിയൂ. എങ്ങനെയാണ് ഈ അനുജ്ഞ വാങ്ങിയില്ല എന്ന കാര്യത്തിൽ എന്താണ് നിയമപ്രകാരം അതെങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്നൊക്കെ വിഷയമാണ്. അപ്പം ദേവസ്വം ബോർഡ് അറിഞ്ഞ് ചെയ്തൊരു കാര്യത്തിന് എന്തുകൊണ്ട് അത് കണ്ടില്ലെങ്കിൽ അത് അറിയിച്ചില്ല എന്നത് ഒരുപക്ഷെ വാക്കാലോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ അറിയിച്ചിട്ടുണ്ടാകുമോ എന്നും അറിയില്ല. ഇതിപ്പോൾ ഇവർ തമ്മിൽ ഇടപാടിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഈ അന്വേഷണം നടത്തണമെന്നേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. അതിന് ഒതുങ്ങുന്ന എന്തെങ്കിലും കാര്യങ്ങൾ SIT കണ്ടെത്തിയിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു പണ കൈമാറ്റമോ അങ്ങനെ എന്തെങ്കിലും വലിയ വിനിമയം നടന്നിട്ടുണ്ടെങ്കിലാണല്ലോ ഇതിന് കുറച്ചുകൂടി ഗൗരവ സ്വഭാവം വരിക. നിലവിലെ ഈ 2 റിപ്പോർട്ട്, ഒന്ന് അറസ്റ്റ് റിപ്പോർട്ട്, ഒന്ന് റിമാൻഡ് റിപ്പോർട്ട്, ഈ 2 റിപ്പോർട്ടിലും ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാട് 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും 13-ാം പ്രതിയായിട്ടുള്ള തന്ത്രി കണ്ഠരര് രാജീവരും തമ്മിലുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു രേഖകളോ അല്ലെങ്കിൽ ഏതെങ്കിലും വെളിപ്പെടുത്തലോ ഈ റിപ്പോർട്ടുകളിലില്ല. അതായത് സാമ്പത്തിക ഇടപാട് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇനി സാമ്പത്തികമായി എന്തെങ്കിലും ലാഭം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് തന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷിക്കുകയാണ് ഭാവി ദിവസങ്ങളിൽ ചെയ്യുക എന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ഇപ്പോൾ SIT സംഘം പറഞ്ഞിട്ടുള്ളത്. SIT തലവനായിട്ടുള്ള SP ശശിധരന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള റിമാൻഡ് റിപ്പോർട്ടായാലും ഈ അറസ്റ്റ് മെമ്മോ ആയാലും എല്ലാം തന്നെ നൽകിയിട്ടുള്ളത്. അതിൽ ഒന്നും തന്നെ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷേ ആചാര ലംഘനമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ആചാര ലംഘനം നടത്തിയ സമയത്ത് കൃത്യമായി ദേവസ്വം ബോർഡിനെ അറിയിക്കാൻ തന്ത്രി തയ്യാറായില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇപ്പോൾ SITയുടെ വാദമായി കോടതിക്ക് മുന്നിലേക്ക് വന്നത്, ജഡ്ജിന് മുന്നിലേക്ക് വന്നതും. അത് അനുജ്ഞ വാങ്ങിയില്ല, ദേവന്റെ അനുമതി വാങ്ങാതെയാണ് ഈ കാര്യങ്ങൾ കൊണ്ടുപോയത്. ഈ മേടമാസ പൂജ നടക്കുന്ന സമയത്തൊക്കെ തന്നെ ക്ഷേത്രത്തിനുള്ളിലേക്ക് അദ്ദേഹം കയറുന്ന സമയത്ത് ആ കട്ടളപ്പാളിയുടെ ഇളക്കിക്കൊണ്ടുപോയ കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം കണ്ടിട്ട് പോലും എന്തുകൊണ്ട് ദേവസ്വം ബോർഡിനെ അറിയിച്ചില്ല എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഈ 2 റിപ്പോർട്ടുകളിലും ഉന്നയിക്കുന്നത്. പക്ഷേ ദേവസ്വം ബോർഡ് അനുമതിയോടുകൂടിയാണ് ഈ 2 കട്ടളപ്പാളിയായാലും ദ്വാരപാലക ശില്പമായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയത്. അത് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ, ദേവസ്വം ബോർഡ് പ്രസിഡന്റായാലും മറ്റ് ആൾക്കാരൊക്കെ തന്നെ അറിഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അതുകൊണ്ട് എന്തുകൊണ്ട് ഈ തന്ത്രി അറിയിച്ചില്ല എന്നുള്ള കാര്യം ഇപ്പോൾ പ്രധാനമായും വരും ദിവസങ്ങളിൽ അന്വേഷണങ്ങളിലും കോടതിയിലെ വാദങ്ങളിലും ഒക്കെ തന്നെയായിരിക്കും കൂടുതൽ വ്യക്തത വരിക. എന്തായാലും നിലവിലെ കാര്യമനുസരിച്ച് ദേവന്റെ അനുജ്ഞ വാങ്ങിക്കാതെ ഈ കട്ടളപ്പാളികൾ കൊണ്ടുപോയി. ഒപ്പം തന്നെ ആചാരലംഘനമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയത്. ആ ആചാരലംഘനം നടത്തിയ സമയത്ത് ആ ആചാരലംഘനത്തിന് കൂട്ടു നിൽക്കുന്ന ഒരു നടപടിയാണ് തന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് കുറ്റകരമായിട്ടുള്ള അനാസ്ഥയാണ്. ഈ പാളികൾ കൊണ്ടുപോകുന്ന സമയത്ത് എന്തുകൊണ്ട് ദേവസ്വം ബോർഡിനെ അറിയിച്ചില്ല, ദേവസ്വം ബോർഡിനെ അറിയിക്കാത്തത് കുറ്റകരമായിട്ടുള്ള അനാസ്ഥയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടുകളിൽ ഇപ്പോൾ അന്വേഷണ സംഘം ഉന്നയിക്കുന്നത്. അത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഇവർക്ക് ലഭിച്ചിട്ടുണ്ടോ, തന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ടോ, സാമ്പത്തിക ലാഭം തന്ത്രിക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംബന്ധിച്ച് വിശദമായിട്ട് അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. 14 ദിവസത്തേക്കാണ് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തെ ഇപ്പോൾ ദേവസ്വം ബോർഡിനെ അറിയിച്ചില്ല എന്നത് ദേവസ്വം ബോർഡ് നേരത്തെ തന്ത്രിയെ വാക്കാലോ ടെലിഫോൺ മുഖേനയോ ഏതെങ്കിലും വിധത്തിൽ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരുപക്ഷെ സാധനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടാവുക. അപ്പോൾ അത് എങ്ങനെയാണ് ഈ കണ്ടെത്തലുകൾ സാധൂകരിക്കപ്പെടുന്നത്? അതുതന്നെയാണ് പ്രധാനമായിട്ടും പ്രതിഭാഗം ഉന്നയിക്കുന്ന ചോദ്യം. പ്രതിഭാഗം അഭിഭാഷകൻ ചോദിക്കുന്ന ചോദ്യം അങ്ങനെ തന്നെയാണ്. എങ്ങനെയാണ് ഈ കാര്യങ്ങൾ നേരത്തെ ദേവസ്വം ബോർഡിന്റെ അനുമതിയോടുകൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കട്ടളപ്പാളിയായാലും ദ്വാരപാലക ശില്പത്തിന്റെ പാളികളായാലും ഒക്കെ തന്നെ കൊണ്ടുപോയത്. അത് ദേവസ്വം ബോർഡ് അറിഞ്ഞു തന്നെയാണ് കൊണ്ടുപോയത്. അത് വീണ്ടും ദേവസ്വം ബോർഡിനെ എന്തിനാണ് തന്ത്രി അറിയിക്കുന്നത് എന്നുള്ള ചോദ്യം പ്രസക്തമായിട്ടുള്ളത് തന്നെയാണ്. ആ കാര്യം തന്നെയാണ് പ്രധാനമായും കോടതിയിൽ വരുന്ന ദിവസങ്ങളിൽ ഇനി പ്രതിഭാഗ അഭിഭാഷകർ ഉന്നയിക്കാൻ സാധ്യതയുള്ളതും. ഇതിൽ സാമ്പത്തികമായിട്ടുള്ള എടുത്തു പറയേണ്ട കാര്യം, സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും ലാഭം തന്ത്രിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ലഭിച്ചോ എന്ന് സംബന്ധിച്ച് യാതൊരു തെളിവുകളും അല്ലെങ്കിൽ ഒരു പരാമർശങ്ങളും ഈ 2 റിപ്പോർട്ടിലും ഇല്ല, റിമാൻഡ് റിപ്പോർട്ടിലും ഇല്ല, അറസ്റ്റ് മെമ്മോയിലും ഇല്ല. അതിനെക്കുറിച്ച് വിശദമായിട്ട് അന്വേഷിക്കേണ്ടതുണ്ട്. ആ അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് തന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്തെന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പം തന്നെ ആ ജഡ്ജിക്ക് മുന്നിൽ നടന്ന വാദത്തിലും അദ്ദേഹത്തോട് പറഞ്ഞതുമൊക്കെ തന്നെ അങ്ങനെ തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അറസ്റ്റ്. 13-ാം പ്രതിയാണ് തന്ത്രി കണ്ഠരര് രാജീവര്. ഈ തന്ത്രി കണ്ഠരര് രാജീവര് 2007 മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയാം.
2007 ആദ്യമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് വരുന്നത്. അന്ന് മുതൽ ഈ കഴിഞ്ഞ മണ്ഡല സീസൺ വരെ 2024 മണ്ഡല സീസൺ വരെ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും ബാധിക്കുന്നത്. അതുകൊണ്ട് വർഷങ്ങളായിട്ടുള്ള ഒരു ബന്ധം ഈ തന്ത്രിയും കണ്ഠരര് രാജീവരും അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. അവർ തമ്മിൽ ഏതെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ഇടപാട് ഈ സ്വർണം ഉരുക്കിയെടുത്ത് അയ്യൻ്റെ സ്വർണം തട്ടിക്കൊണ്ട് പോയതിൽ ഏതെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ലാഭം തന്ത്രിക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് വരുന്ന ആളുകൾ അന്വേഷിക്കണമെന്നുള്ളതാണ് ഈ രണ്ട് റിപ്പോർട്ടുകളും വായിക്കുമ്പോൾ ഒപ്പം തന്നെ ഈ കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. റിമാൻഡ് റിപ്പോർട്ടിന്റെ വിവരങ്ങളാണ് കണ്ണൻ നായർ പങ്കുവയ്ക്കുന്നത്. ആചാര ലംഘനത്തിന് കൂട്ടുനിന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന് കൂടുതൽ അന്വേഷണം ആവശ്യമാണ് എന്ന് സൂചിപ്പിക്കുന്നു. 13-ാം പ്രതി രാജീവ് കണ്ഠരര് ചെയ്ത കുറ്റകൃത്യത്തിലെ ഗൗരവ സ്വഭാവം പരിഗണിച്ച് കുറ്റകൃത്യത്തിലെ വ്യാപ്തിയും കൂട്ടുത്തരവാദിത്വമുള്ള മറ്റു വ്യക്തികളുടെ കുറ്റകൃത്യത്തിലെ പങ്കിനെ പറ്റിയുമൊക്കെ വിശദമായ അന്വേഷണം നടത്തുവാൻ ആവശ്യമായ നിലയിൽ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റിമാൻഡിലേക്ക് പോകുന്നത്. ഇനി കസ്റ്റഡി അപേക്ഷ സ്വാഭാവികമായിട്ടും അടുത്ത ദിവസങ്ങളിൽ SIT നൽകുകയും ചെയ്യും. ഇപ്പോൾ അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ ജയിലിലേക്ക് കൊണ്ടുവരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കണ്ണൻ, അദ്ദേഹത്തിൻ്റെ തന്ത്രിയുടെ അഭിഭാഷകൻ പറഞ്ഞ കാര്യങ്ങളിൽ ഏതു വിധേനയാണ് ഈ അടുത്ത നിയമ നടപടികളിലേക്ക് പോകുന്നത്? ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഇതുവരെ ഈ കേസുമായി ബന്ധപ്പെട്ട് ജയിലിലായിട്ടുള്ളവരുടെയൊക്കെ ജാമ്യ ഹർജി തുടർച്ചയായി ഇങ്ങനെ കോടതി തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ അവസ്ഥയിൽ പെട്ടെന്ന് ഇദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്ന സാഹചര്യവും പ്രതീക്ഷിക്കുക വയ്യ. എന്താണ് അവരുടെ തീരുമാനം? ഇതുവരെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയ ഒരു പ്രതിക്ക് പോലും കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി മോഹിത് ഇതുവരെ ജാമ്യം അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ 13-ാം തീയതി അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുക. ദിവിഷ പറഞ്ഞ കാര്യം വ്യക്തമാണ്. അതിനുശേഷം ഹൈക്കോടതിയെ സമീപിക്കുക എന്നുള്ള കാര്യത്തിലേക്കായിരിക്കും പോവുക. പക്ഷേ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഒരു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ഒരു പരാമർശങ്ങളും ഈ രണ്ട് റിപ്പോർട്ടിലുമില്ല. അറസ്റ്റ് മെമ്മോയിലാണെങ്കിലും റിമാൻഡ് റിപ്പോർട്ടിലുമാണെങ്കിലും ഇല്ല. അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തു, അതിനുശേഷം അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഇന്ന് കോടതിയിൽ SIT സംഘം പറഞ്ഞിരിക്കുന്നത്. അതിനെ തന്നെയായിരിക്കും വരുന്ന നാളുകളിൽ ഈ പ്രതിഭാഗം അഭിഭാഷകർ കോടതിയിൽ വാദിക്കാൻ പോകുന്നതും. ഈ ആചാരലംഘനം എന്ന് പറയുന്നത് ഭക്തന്മാരുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഈ താന്ത്രിക വിധി പ്രകാരം ആചാരലംഘനമൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ അത് കോടതിയിലേക്ക് വരുമ്പോൾ എങ്ങനെ അത് സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രതിഭാഗം ചോദിക്കുന്നത്. രണ്ടാമത്തേത് അനുജ്ഞമാകില്ല. അത് ദേവനും തന്ത്രിയും തമ്മിലുള്ള ഈ താന്ത്രിക വിധി പ്രകാരം ദേവനും തന്ത്രിയും തമ്മിലുള്ള ഒരു സംസാരമാണ് എന്നാണ് താന്ത്രിക വിധി പ്രകാരം പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യത്തിൽ എങ്ങനെ കോടതിയിൽ വരുമ്പോൾ ഇതൊക്കെ സ്ഥാപിച്ചെടുക്കാൻ SITക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. എന്തായാലും വരുന്ന ആളുകളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിലുണ്ടാവും, ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ലാഭം തന്ത്രിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ തന്നെ വളരെ നിർണായകമായ ഒരു അറസ്റ്റാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SIT നടത്തിയിരിക്കുന്നത്. തന്ത്രി കണ്ഠരര് രാജീവര് അറസ്റ്റിലായിരിക്കും.